ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറേ ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ട്. ഇപ്പോൾ നമുക്ക് ഇന്നിവിടെ ചക്കക്കുരു മുരിങ്ങയൊക്കെ തോരൻ ഉണ്ടാക്കാം. കാണാത്ത വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ, എൻ്റെ ഫോൺ കുറച്ച് ദിവസം കംപ്ലൈൻ്റ് ആയിരുന്നു, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതാ അപ്പോൾ ഞാൻ ആദ്യമേ പാന് ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്യണം. ചക്കക്കുരു ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ നമുക്ക് ഉപ്പിടണ്ട, കാരണം നമ്മൾ ഇട്ടതല്ലേ ഉള്ളൂ. ഇപ്പോഴേ ഉപ്പിട്ടത് നല്ലോണം പിടിക്കണം എന്നൊന്നുമില്ല. അതുകൊണ്ട് അതവിടെ ഇരുന്ന് വെന്തോട്ടെ. അപ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ മുരിങ്ങയ്ക്കത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിനോടൊപ്പം ഇട്ടിട്ടില്ല. ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് വാരിയിടുന്നേ ഉള്ളൂ. ഇത് അരക്കപ്പാണ്. കാരണം ഇത്രയും ചക്കക്കുരു ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ തോരനൊന്നും ഇത്രയും തേങ്ങ ചേർക്കത്തില്ല. പിന്നെ 2 ചെറിയ ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അല്പം മുളക് പൊടിയും ഞാൻ ചേർക്കണുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇതൊരു പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടതാണ്. ഇതാ ഇവിടെ ചക്കക്കുരു നന്നായി പകുതിയോളം വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ ഞാനിവിടെ ഉപ്പിടുന്നത്, ഞാൻ ഈ സമയമാണ് ഉപ്പിട്ടത്, നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, കൂടിപ്പോയത് പിന്നെ ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോഴേ കൂടുതലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഉപ്പ് വയ്ക്കുമല്ലോ. അതുകൊണ്ട് ഞാനെപ്പോഴും ആദ്യം കുറച്ചേ ഇടാറുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന മുരിങ്ങയ്ക്കയും കൂടെ ചേർക്കണം. എന്നിട്ട് ഒരുമിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അരപ്പ അതിരുന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടില്ല, ഞാൻ ആദ്യമേ ഇട്ടോടം തന്നെ ഇളക്കിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനെ ഇച്ചിരി ഒന്ന് ഉടച്ച് കുറച്ചൊന്ന് കുഴഞ്ഞ പരുവത്തി എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ചക്കക്കുരു തോരൻ റെഡിയായി. അപ്പോൾ താങ്ക് യു.